എന്റെ മോക്ക് മാത്രം എന്താ ദൈവമേ ഇങ്ങനെ? കൊച്ചിനെ അവസാനമായിട്ട് ആരാ കണ്ടേ? എല്ലായിടത്തും നോക്കിയോ? ഈ കുഞ്ഞിനെ നീ ഒറ്റയ്ക്ക് എങ്ങനെയാ വളർത്താൻ പോണേ? അവൾ ഇനി ആ കൊച്ചിനെ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കും? നിനക്ക് കുറച്ചുകൂടിയൊക്കെ സൂക്ഷിക്കാറുന്നില്ലേ? ഹലോ, പറയടാ. കൊച്ചിൻ്റെ കാര്യം എന്നാ പറയാനടാ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മളിവിടെ എല്ലായിടത്തൊക്കെ അന്വേഷിച്ച് ഇനി നോക്കാൻ സ്ഥലമൊന്നുമില്ല. പോലീസിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്ത് പിന്നെ ഒരാഴ്ചയായില്ലേ. ഒരാഴ്ചയായ വേണ്ടി ഇനി അവർക്ക് തന്നെ പ്രതീക്ഷ പോയി കാണും. പിന്നെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിയല്ല. പിന്നെ സാധാരണ പിള്ളേരെ പോലെ അല്ലല്ലോ. സാധാരണ പിള്ളേരായിരുന്നു എങ്ങനെയൊക്കെ വീടെത്തിയേനെ. ഇതിപ്പോൾ അതല്ല സ്ഥിതി. അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എടാ, എന്നാ ഞാൻ വിളിക്കാം കേട്ടോ. ഇച്ചിരി തിരക്കില്ല, വിളിക്കാമേ. ഓക്കെ. എടി ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ? പിള്ളേരാണല്ലോ വീട്ടിലൊറ്റയ്ക്ക്. ഞാനാണ് 5-6 ദിവസമായി പണിക്ക് പോയിട്ട്. പിന്നെ ചേച്ചീനെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റുമോ? ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. നീ എന്താണെന്ന് ചേച്ചീനെ പറഞ്ഞ് കാര്യം മനസ്സിലാക്കും. ചേച്ചി ചേച്ചി എത്ര ദിവസം ചേച്ചി ഇങ്ങനെ ആരോടൊന്നും മിണ്ടാതെ? എന്തേലും ഒന്ന് പറ. ഇങ്ങനെ ഒന്നും കഴിക്കാതെ എന്നാ മോനെ തിരിച്ചു കിട്ടൂ. ചേച്ചി പഴയ പോലെ ആവണം, ജോലിക്ക് പോകണം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തില്ലേ. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. മോനെ നമുക്ക് തിരിച്ചു കിട്ടും. ഇവനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആകെ ബ്ലാങ്ക് ആയി പോയെന്നേ. ഇവനെ കിട്ടുമെന്ന് തന്നെ ഓർത്തല്ല. എന്നാണ് കിട്ടിയല്ലോ. എന്നാലും ഇരിക്കി. എവിടെയെങ്കിലും ഇരിക്കി. എന്നാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇവനെ തിരിച്ചു കിട്ടിയല്ലോ. ഞങ്ങളാണേലും ഇവനെ തപ്പാൻ ഒരു സ്ഥലവും ബാക്കിയില്ലായിരുന്നു. ബിൽഡിംഗ് എല്ലാവരോടും ചോദിച്ച്, പിന്നെ ഇവിടെ സെക്യൂരിറ്റിയോട് ചോദിച്ച്, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്ത്, ഈ പോസ്റ്റർ വരെ അടിപ്പിച്ച് കാര്യം ഉണ്ടായില്ല. ദയവായിട്ട് ആ സാറിന് ഇവനെ കാണിച്ചു തന്നെ. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? കുറച്ച് ജ്യൂസ് കിട്ടും. ഇവനെ ശരിക്കും എങ്ങനെ കിട്ടിയേ? കാരണം ഇവൻ മറ്റ് നോർമൽ പിള്ളേരെ പോലെ അല്ലല്ലോ. ഇവന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവൻ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു? ചേച്ചി 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 വാതിൽ തുറക്ക്. പിന്നെ ഈ സന്തോഷത്തിന് വലിയ ആയുസൊന്നുമില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, നാളെ വീണ്ടും ഇതുപോലെയൊക്കെ തന്നെയാവും. ഇപ്പം പിന്നെ അവൻ്റെ അമ്മയുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്. നാളെ ചേച്ചിയുടെ കാലശേഷമോ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല അവനിങ്ങനെ നോക്കാനൊന്നും. പിന്നെ ഒന്ന് നോക്കിയാൽ ചേച്ചിയുടെ ജീവിതം മൊത്തം അവനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവൻ്റെ കാര്യങ്ങൾ നടത്താനും അവൻ്റെ പുറകെ നടക്കാൻ പുള്ളിക്കാരിക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ചെയ്തിട്ട് ആൾക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെല്ലാം പോട്ടെ, ഇതെല്ലാം നമ്മൾ അവന് വേണ്ടി ചെയ്തിട്ട് അവനെന്തെങ്കിലും സന്തോഷമുണ്ടോ? ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം നമുക്കങ്ങനെ ഒറ്റവാക്കി പറയാൻ പറ്റുമോ? ഇപ്പം ജെറിനെ നമുക്ക് തിരിച്ചു കിട്ടിയപ്പം എന്തോ ഒരു സമാധാനം, ഒരു ചെറിയൊരു എന്തോ ഒരു സന്തോഷം നമുക്ക് കിട്ടി. ഒരു കാര്യം എന്നും എല്ലാവരെയും ഒരേപോലെ സന്തോഷിപ്പിക്കൂ. അത് നമ്മൾ മാറുന്ന പോലെ അതും മാറും. ചേച്ചിക്ക് ഇന്ന് ചേച്ചിയുടെ മോനെ കിട്ടിയതായിരിക്കും സന്തോഷം. അല്ലെങ്കിൽ നാളെ അമ്മയെന്ന് വിളിക്കുന്നതായിരിക്കും ചേച്ചിക്ക് സന്തോഷം. അവനാവട്ടെ അവൻ്റെ കളഞ്ഞുപോയ കളിപ്പാട്ടം കിട്ടിയതായിരിക്കും സന്തോഷം. അല്ലെങ്കിൽ നാളെ ഇതേപോലെ ആരെങ്കിലും വീട്ടിൽ തിരിച്ചെത്തിക്കുന്നതായിരിക്കും സന്തോഷം. സന്തോഷിക്കാൻ അങ്ങനെ കാരണങ്ങളൊന്നും വേണ്ടാന്ന്. നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. സാറ് പറഞ്ഞ പോലെ അതേ പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയായിരുന്നു ഞാനും.